ഉരുൾപൊട്ടൽ പുനരധിവാസ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചൂരൽമല പടവെട്ടിക്കുന്ന് നിവാസികൾ ദുരന്തഭൂമിയിൽ സമരം ചെയ്യുകയാണ്. ചൂരൽമലയിലാണ് സമരം. പരിസ്ഥിതി ദുർബല പ്രദേശമായ മേഖലയിൽ ഒറ്റപ്പെട്ടുപോയ 27 കുടുംബങ്ങളെ കൂടി പുനരധിവസിക്കപ്പെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സുർജിത്ത് അയ്യപ്പത് ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്? SKN ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ഭൂമി വീണ്ടും ഒരു സമരത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ പടവെട്ടിക്കുന്ന് അടക്കമുള്ള പ്രദേശങ്ങൾ, മാത്രമല്ല റാട്ടപ്പാടി, മുണ്ടക്കൈപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ ദുരന്ത ബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ കൂടി ഈ ദുരന്തബാധിത പട്ടികയിൽ പരിഗണിച്ചുകൊണ്ട് പുനരധിവാസ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമരം. ഇവിടെ ഇപ്പോൾ അറിയാം, വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ പോലും അത് യൂണിഫോം ഇട്ടുകൊണ്ട് സമരത്തിന്റെ ഭാഗമാകുന്നു. കുട്ടികൾ ഇവിടെ ഈ ദുരന്ത മണ്ണിൽ ഇനി ഞങ്ങൾ എന്തു ചെയ്യും, എന്തിന് ഞങ്ങൾ മാത്രം എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധവുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും ഈ പടവെട്ടിക്കുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അതായത് സ്കൂൾ റോഡിലൂടെ, വെള്ളാർമല സ്കൂളിന്റെ അരികിലൂടെ പോകുന്ന വഴിയാണ് ഈ പടവെട്ടിക്കുന്നിലേക്കുള്ള വഴി. അവിടെ 27 കുടുംബങ്ങളാണ് ഇനി ഈ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാക്കണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ സമരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം. നാളെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയും സമരം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരിലേക്ക് തന്നെ പോകാം, ഇവർ തന്നെ സംസാരിക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് പറയാൻ? ഞങ്ങൾക്ക് വീട് വേണം. ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ടാണ്. വീടില്ലാതെ പറ്റില്ല, അവിടെ താമസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചുറ്റുപാടാണ്. ഞങ്ങൾക്ക് വീട് കിട്ടണം. എന്താണ് ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വീട്? ചേച്ചിയുടെ വീട് എവിടെയാ? സ്കൂൾ റോട്ടിൽ ഞങ്ങൾ ഇനി തിരിച്ചൊരു യാത്രയല്ല. ആ മക്കളോട് ഇരിക്കുന്ന മക്കളോട് ചോദിച്ചാൽ ഓരോരുത്തരും, ഞങ്ങൾ അന്ന് മേലെ കൂടി ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിപ്പോയി. ഞങ്ങളൊക്കെ അന്ന് നടു റോട്ടിൽ ഓടാത്ത ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. ഇന്ന് ഈ സർക്കാരത്ത് ഞങ്ങൾ 27 വീടുകൾ താഴെ ഓടിക്കണം. നിങ്ങൾ ഈ ചാനലിൻ്റെ മുന്നിലും ഈ ജനങ്ങളെ മുന്നിലൊന്നും ഞങ്ങൾക്ക് വന്ന് നിൽക്കേണ്ടില്ലായിരുന്നു. ഞങ്ങൾ എന്തിൻ്റെ ജീവൻ കൊണ്ട് ഞങ്ങൾക്ക് അന്ന് മരിക്കാൻ ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾക്ക് താഴെ ഓടാത്തതിൽ ഞങ്ങളെ മനസ്സിലൊക്കെ കുറ്റബോധമുണ്ട്. ഞങ്ങൾ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ എത്ര ദിവസമായി, ഇത് 8 മാസമായില്ലേ, ഞങ്ങൾ ഓരോ പടിയും കയറി ഇറങ്ങി ഓരോ ചാലിൻ്റെ മുന്നിൽ വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തൊലി ഉരിയൽ തുടങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. ഞങ്ങളെ മക്കളിന് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് ആരും തിരിച്ചു പോകാനില്ല. ഇത്രയും ആൾ സർക്കാർ, അന്ന് സർക്കാർ ഞങ്ങളോട് പൊട്ടി അന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ 1200 കുടുംബത്തിനെ പുനരധിവാസം എന്തായാലും ചെയ്യുമെന്ന് പറഞ്ഞ സർക്കാർ, ഇപ്പം ഞങ്ങൾ ഈ ഒരു 27 കുടുംബത്തിന് എന്തിനാണ് ഈ വഴിയാധാരാക്കുന്നത്? അതന്നെ ഞങ്ങൾക്ക് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചിനൊരു യാത്ര ഞങ്ങൾ അങ്ങോട്ടും ഇല്ല. ഇനി അങ്ങോട്ട് പോകണില്ല. ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല. അങ്ങോട്ട് ഞങ്ങൾ ചെറിയ മക്കളും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മക്കളെയും കൂട്ടി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് വഴിയും വേണ്ട, വെള്ളവും വേണ്ട, റോഡും വേണ്ട, ഒന്നും വേണ്ട. കയ്യിൽ ഉൾപ്പെടുത്തിയാൽ മതി. ഞങ്ങൾക്കൊരു വീട് മതി, വേറെ ഒന്നും വേണ്ട. കുട്ടികളെ സംബന്ധിച്ചൊക്കെ വലിയ ട്രോമ നിലനിൽക്കുന്നുണ്ട് SKN. കാരണം അവർക്ക് ഈ ദുരന്തം കണ്ട ആളുകളാണ് ഈ കുട്ടികളൊക്കെ. ആ കുട്ടികൾ അതുകൊണ്ട് തന്നെ ഈ സമരമുഖത്ത് ഇതിന്റെ ഭാഗമായി ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിഷേധ പരിപാടി ആരംഭിക്കും. ബെയിലിപ്പാലം വരെ ഇവർ പ്രകടനമായി പോകും. അതിനുശേഷം തിരിച്ചെത്തി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സംഷാദ് മരക്കാരാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടുത്തെ ജനപ്രതിനിധികൾ, വാർഡ് മെമ്പർമാർ അടക്കമുള്ളവർ എല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാൻ? നമുക്കിപ്പോൾ ഇതിൽ പറയാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഈ പടവെട്ടിക്കുന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പറയുന്നുണ്ട് ഇവരെ ഇവിടുന്ന് മാറ്റണം എന്ന് പറയുന്നുണ്ട്. കാരണം ഈ സ്കൂളിൻ്റെ ഇവിടുന്ന് ഈ മരിച്ച 150 എൻ്റെ വാർഡിൽ മരിച്ചത് 100-200 ആളാണ് മരിച്ചത്. ഇവരെ ശരീരത്തിൽ ചവിട്ടി പോകുന്ന പോലെയാണ് ഈ 10-30 വീട്ടുകാരുള്ളത്. അപ്പോൾ ഈ ഒരുപാട് സ്പോൺസർമാരുണ്ട്, ഒരുപാട് ആളുകൾ വീട് കൊടുക്കുന്നുണ്ട്. അതിൽ ഈ പാവങ്ങൾ ഈ 34 വീടുകളെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അതിനു വേണ്ടി അവരെ ഉൾപ്പെടുത്തുന്നവരെ ഈ ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകും. അതായത് ഈ പാവങ്ങൾ എന്തായാലും നമ്മൾ പടവെട്ടിക്കുന്ന് സ്കൂൾ റോട്ടിലേക്ക് വിടാൻ തീരുമാനിച്ചിട്ടില്ല. അതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഇവർ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമല്ലേ? എന്താണ് ഇതിനകത്ത് നിങ്ങളുടെ ഒരു നിലപാട്? തീർച്ചയായും 100% ന്യായമാണ്. ആ ന്യായമായതുകൊണ്ടാണ് ഇവരെ കാണാൻ, ഇവരെ സമരത്തോടൊപ്പം നിൽക്കാനും നമ്മൾ വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എന്നോടൊപ്പം ഉണ്ട്. മാർച്ച് 3-ാം തീയതി നടന്ന മീറ്റിങ്ങിൽ, DDMA മീറ്റിങ്ങിൽ ഞാൻ ആ മിനിറ്റ്സിന്റെ പകർപ്പടക്കമാണ് ഇവിടെ കൊണ്ടുവന്നത്. കാരണം ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. കാരണം പല ആളുകൾ പല രീതിയിൽ പറഞ്ഞു. 3-ാം തീയതി നടന്ന മീറ്റിങ്ങിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പടവെട്ടിക്കുന്നിലെ കുടുംബത്തെ ആളുകളെ, അവിടുന്ന് മാറാൻ താല്പര്യമുള്ള ആളുകളെ സർക്കാർ മാറ്റി പാർപ്പിക്കണമെന്നുള്ളത്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഈ ദുരന്തമാണ് കാരണമെങ്കിൽ. ഒന്ന്, ഇതിന് മുൻപുണ്ടായ പുത്തുമല ദുരന്തത്തിന് ശേഷം പടവെട്ടിക്കുന്ന്, മുണ്ടക്കൈ, കുറിച്യാർമല, ചെമ്പ്ര തുടങ്ങിയ ലാൻഡ് സ്ലൈഡ് സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളൊരു നിവേദനം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കളക്ടറേറ്റ് ഉണ്ട്.
അപ്പോൾ അത് രണ്ടിനെ അടിസ്ഥാനമാക്കി ഇവരെ ഇവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാൻ ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കൊടുക്കുന്നു എന്തോ ആവട്ടെ, ആ പുനരധിവാസത്തിൻ്റെ ഭാഗമായി പടവെട്ടിക്കുന്നുകാർ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെ. എന്തായാലും ഈ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത്. വാർഡ് മെമ്പർമാർ ഇവിടെയുണ്ട്. നൂറുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു, ഒപ്പം തന്നെ ഇവിടുത്തെ ഈ ചൂരൽമലയിലെ വാർഡ് അംഗമായിട്ടുള്ള സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. അവരെല്ലാം തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ സമരം ശക്തിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. നാളെ റവന്യൂ മന്ത്രി ജില്ലയിൽ ഉണ്ട് എന്നറിയുന്നു. സ്വാഭാവികമായും നാളെയും പ്രതിഷേധം ഉയർത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്തായാലും സമരവുമായി ആളുകൾ മുന്നോട്ട് പോകുന്നു. അർഹരായ ആളുകളെ മുഴുവൻ ഇത്തരത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. SKN. Thank you.